ലാ 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 ലാ. അഫാനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പറയാനാണ് വന്നത്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നത്, ചേട്ടായേ നമ്മുടെ അഫാൻ്റെ കാര്യം എന്തായി, അഫാൻ ഇപ്പോൾ എവിടെയാണുള്ളത്, അഫാൻ്റെ വിവരമൊന്നുമില്ലല്ലോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കണ്ട അഫാനോട് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണെന്ന്. അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഒരാൾക്ക് പോലും ഈ നികൃഷ്ടജീവിയോട് സ്നേഹമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ചോദിക്കുന്നത്, ഇനി ജയിലിലാണോ ചേട്ടായിയെ, അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങിയോ ചേട്ടായിയെ, അതുപോലെ ഉമ്മ എവിടെയാണ്, ഉപ്പ എവിടെയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നായർ സാറ് വന്നിട്ട് വീടെടുത്ത് കൊടുത്തോ ചേട്ടായിയെ എന്നും ചോദിക്കുന്നുണ്ട്. നായർ സാറ് വീടെടുത്ത് കൊടുത്തു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നായർ സാർ അന്ന് ആ ഒരു ആവേശത്തിന് പോയിട്ട് പറഞ്ഞു തന്ന് അഫാൻ്റെ അമ്മയ്ക്ക് ഞാൻ വീട് കൊടുക്കും എന്നൊക്കെ. അത് കിട്ടിയില്ല അത്രയേ ഉള്ളൂ. ഏതായാലും അഫാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഫാൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല സുഖല്ലേ. അതായത് ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയാസമയത്ത് കട്ടൻ ചായ, സമയാസമയത്ത് ആഹാരം, അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഇതൊക്കെ അടിക്കാം. അതുപോലെ തന്നെ കടക്കാരുടെ ഒരു ശല്യവും ഇല്ല. ഒരാളും പോയിട്ട് ജയിലിൽ പോയിട്ട് അഫാനെ ആ തരാനുള്ള പൈസയും താടാതെ എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അഫാനെ നല്ല സുഖമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകീന ഇനി ആരും കെട്ടുന്നില്ല, ടെൻഷൻ വേണ്ട. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഭയങ്കര ടെൻഷനാണ്. അതായത് എനിക്ക് പണിയില്ല ഭഗവാനെ, ഇതിനെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകോ എന്നുള്ള ഒരു ചിന്ത. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അനിയൻ ഈ സ്വത്തെല്ലാം എടുത്ത് സൂഹിക്കുന്നുണ്ടല്ലോ, ആ വീടൊക്കെ ഇനി അവന് കിട്ടൂലേ, ആ ഒരു ചിന്തയും വേണ്ട. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാടാ മഹാഭാവി ആ 85 വയസ്സുള്ള തള്ളേനെ ഇങ്ങനെ ചെയ്തത്? അതുമാത്രവുമല്ല നിൻ്റെ ഉപ്പാൻ്റെ പിന്നെ ജ്യേഷ്ഠൻ ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തടാന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇവരാരും ഒരു തെറ്റും ചെയ്തവരല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരാണ്. പക്ഷെ ഈ അഫാൻ എന്ന് പറയുന്ന ആ ഒരു തെണ്ടി കാണിച്ച ഒരു വേലത്തരം കൊണ്ട് മാത്രം ഇവരൊന്നും ഇന്ന് ഭൂമിയിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അഫാൻ്റെ സുഖം ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. അതുപോലെ തന്നെ ഉമ്മ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ശരണാലയത്തിലാണ്. അവരെയൊന്നും കാണാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരും പോകാറില്ല. തീർത്തും ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവരവരുടേതായ ജീവിതം ജീവിക്കട്ടെ. ഈ ഒരു മഹാഭാവീനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ കഴിയും, അതിലേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആദ്യമൊക്കെ അഫാൻ പറയും, അതായത് ഞാൻ മരിക്കും, എന്താ നിങ്ങൾ സെക്യൂരിറ്റി എന്നാലും ഞാൻ മരിക്കും, എന്തേ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ മരിക്കും എന്നാണ് ഈ അഫാൻ പറയുക. അതായത് ഒരു പേന്നാണ് ഓന് മരിക്കാനും കഴിയില്ല, ഒരു ഒലയ്ക്കും കഴിയില്ല. ഓന് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ ശവം ചത്തൂടെ? ആദ്യം തന്നെ ഇത് ചത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരെ കൊല്ലേണ്ട ആവശ്യമുണ്ടാ? ഇത്രയും ആൾക്കാരുടെ ജീവൻ തിരിച്ചു കിട്ടത്തില്ലേ? അപ്പോൾ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൂയയിൽ, അതായത് താൻ ജയിലിൽ പോയാൽ അങ്ങനെ ഇവരെല്ലാം സൂഹിക്കണ്ട എന്നുള്ള തരത്തിലോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഇവനെല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവനിപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയപ്പോൾ ഞാൻ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവനെ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് CCTV ക്യാമറയുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ തിന്നുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡിൻ്റെ ഡ്യൂട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ മഹാഭാവിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ജയിൽ ഉദ്യോഗസ്ഥർ തൂങ്ങില്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ ചില ആൾക്കാരോടൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് ഇവൻ്റെ കഥകളും ഇതൊക്കെ. കൂടുതലൊന്നും ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റൂല, കാരണം CCTV ക്യാമറയാണ്. അതുകൊണ്ട് ഇവൻ പറയുന്നത് ഇങ്ങനെ കേൾക്കാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെവലേശമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശ്ചാത്താപവും ഇല്ല. അതായത് ഞാൻ ജയിലിൽ വന്നത് ഇന്നവരെ കൊന്നിട്ടാണെന്നോ അല്ലെങ്കിൽ അയ്യോ അവരെ കൊല്ലേണ്ടായിരുന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ഈ ഒരു പഹയനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ ജയിലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഈ സാഹചര്യം കൊണ്ട് ഒരാളെ ഇപ്പോൾ അബദ്ധത്തിലൊക്കെ കൊലപ്പെടുത്തിയിട്ട് ജീവപര്യന്തമൊക്കെ വാങ്ങിച്ച ടീമുകളുണ്ടാകും. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലവരായിരിക്കും. അവരൊക്കെ ഈ ശിക്ഷ കഴിഞ്ഞാൽ അവരൊക്കെ പുറത്തിറങ്ങുന്നതുകൊണ്ട് വലിയ അലമ്പിനോ അല്ലെങ്കിൽ കൂട്ടം കുറിക്കോ ഒന്നും പോകത്തില്ല. അപ്പം അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെയാണ് ഇപ്പോഴേ ഈ അഫാനെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മനസ്സ് മാറുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ, ഇവന് പശ്ചാത്താപമുണ്ടോ എന്നുള്ളതായിരിക്കാം. ഏതായാലും അങ്ങനെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ അഫാൻ എന്ന് പറയുന്ന കഴിവേറി ഇപ്പോഴും. അതുപോലെ സ്ഥിരമായിട്ട് പേപ്പർ കിട്ടണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലുള്ള പുസ്തകവും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ പിന്നെ കുറ്റാന്വേഷണമോ അല്ലെങ്കിൽ ഇവനെ പറ്റിയിട്ടുള്ള വാർത്തകൾ കിട്ടുന്ന സംഭവം
സംഭവമോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ജയിൽ ഉദ്യോഗസ്ഥരെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം വിതരണം ചെയ്യുന്ന മാസികകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രങ്ങളും ഇത് മാത്രമായിരിക്കും. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾക്ക് അത് മോട്ടീവാകുന്ന തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അഫാൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഫാൻ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസൊക്കെ തീരുമ്പോഴും ചിലപ്പോൾ ഇരട്ട ജീവപര്യന്തമായിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തൂക്ക് കയറായിരിക്കാം. ഇനി എന്തായി കഴിഞ്ഞാലും അഫാന് കുഴപ്പമില്ല. അതായത് ഇനി തൂക്കിയാലും ശരി, അല്ലെങ്കിൽ ജീവപര്യന്തമായാലും ശരി, എന്തെന്നായാലും ശരി, അഫാൻ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് പുറത്ത് വിടല്ലേ ഇമാമാർ, ഇതേ ഉണ്ടാവുള്ളൂ. കാരണം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പണിയെടുക്കണ്ടേ? പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം, കടക്കാരെ പേടിക്കണം, എല്ലാവരെയും പേടിക്കണം. ഇവിടെ ആകുമ്പോഴോ ഒരാളെയും പേടിക്കേണ്ട, സുഖം സ്വസ്ഥം നല്ല ശാപ്പാടടിച്ച് നല്ല രീതിയിൽ അങ്ങനെ ഈ സ്വാതന്ത്ര്യം ഇല്ലാന്നല്ലേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാലോ. ഇതാണ് അഫാൻ എന്ന് പറയുന്നവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോഴും ആ ഒരു സംഭവങ്ങളെല്ലാം ഓർക്കുമ്പോഴേ ഒരു നടുക്കം തന്നെയാണ്. അതായത് ആ ഒരു സംഭവം, ആ ഒരു ദിവസം എല്ലാം ആലോചിക്കുമ്പോഴേ നമ്മൾക്ക് എന്തോ ഒരു നടുക്കം, ഭയങ്കരമായൊരു ഭീതി തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാട്ടുകാർക്ക്, ഈ വെഞ്ഞാറമൂട് നിവാസികൾക്ക്, ഇല്ലെങ്കിൽ അഫാൻ്റെ ഈ പിന്നെന്താ ബന്ധുക്കൾ, അയൽവാസികൾ, ഇവർക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതൊന്നും ചിന്തിക്കാൻ കൂടി, അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാനുള്ള ഒരു ഇതുണ്ടാവില്ല. അത്രമാത്രം അവരുടെ മനസ്സൊക്കെ ഇല്ലേ തകർന്നടിഞ്ഞ നിലയിലാണെന്നാണ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഇപ്പോഴും അവർ ഭീതിയാണ്. ഇപ്പോഴും ഒരു 6 മണി കഴിഞ്ഞാൽ ആ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ആ വീട് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭീതിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഭ്രാന്തന്മാർ, അതായത് മക്കളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരാണെങ്കിൽ അവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുവരുക വേണ്ടത്. അതായത് ആ കുടുംബത്തിന് മാത്രമല്ലല്ലോ പോയത്, ഇവൻ പരിചയപ്പെട്ട ആളെ മുഴുവൻ കൊലപ്പെടുത്തിയില്ലേ. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഈ സംഭവങ്ങൾ, അതായത് ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കും. ഇവൻ ചിലപ്പോൾ ആരെയാണ് തട്ടുവെന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഒരു സീരിയൽ ഇതായിട്ട് മാറുമായിരുന്നു ഇവൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ കേതൽ അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലുള്ളവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവറ്റകളെ തുറന്നു വിടരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കരുത്. കാരണം ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും അനുഭവിച്ചിട്ട് തന്നെ തീരണം. അതായത് ഉരുട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവർ അനുഭവിക്കണം. അതുപോലെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കേടാൻ മാത്രമായിരിക്കണം. ഒരു കാരണവശാലും ഇവൻ്റെ ഒന്നും തടി നന്നാകുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുക്കരുത്. പക്ഷെ നിങ്ങൾ കണ്ടോ, ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ അഫാൻ ഇങ്ങനെ ഒരു വരവുണ്ടാകും. നമ്മുടെ ഗോവിന്ദസ്വാമി വരുന്ന പോലെയായിരുന്നു. കാരണം തടിച്ചു കൊളുത്തിട്ടായിരുന്നേ, നല്ല ആഹാരമല്ലേ കിട്ടുന്നത്, വലിയ കട്ടിപ്പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജയിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും അഫാനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുമായിരുന്നു. കാരണം നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞാനും അവൻ്റെ ശിക്ഷ, അവൻ്റെ പതനം കാണാൻ വേണ്ടി തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് എനിക്ക് തരണം. അതുപോലെ തന്നെ കമൻറ്റ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നന്ദി, നമസ്കാരം.